ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു ബട്ടർ കേക്ക് ഉണ്ടാക്കിയാലോ. നല്ല ബേക്കറിയിലൊക്കെ കിട്ടുന്ന ബട്ടർ കേക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. നമുക്കൊരു അരിപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാം. നെക്സ്റ്റ് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല കേട്ടോ, ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്. അപ്പോൾ ബേക്കിംഗ് പൗഡർ 1 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയൊരു ബൗളാണ് എടുത്തേക്കുന്നത്. ഇതിനകത്തേക്ക് നമുക്ക് 4 മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ടയൊക്കെ എടുക്കുമ്പോൾ നമ്മളെപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുത്തോളൂ കേട്ടോ. കുറച്ച് മുന്നേ എടുത്തൊന്ന് പുറത്ത് വെച്ചാൽ മതി ഫ്രിഡ്ജിൽ നിന്ന്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഞാനിപ്പോൾ ഒരു ബീറ്റർ യൂസ് ചെയ്തിട്ടാണ് അടിച്ചെടുക്കുന്നത്. ബീറ്റർ യൂസ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ലോ ഇതിലിട്ടിട്ട് അടിച്ചെടുത്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് സെയിം തന്നെ നിങ്ങൾക്ക് മിക്സിയിലോ അതല്ലെങ്കിൽ വിസ്ക് ഉപയോഗിച്ചോ അടിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ മുട്ടയൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പഞ്ചസാര പൊടിച്ചതാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 2 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ഞാൻ ചേർക്കുന്നത്. അത് നമ്മൾ ഒരുമിച്ച് ചേർക്കാൻ പാടില്ല, കുറേശ്ശെയായിട്ട് ചേർത്ത് ബീറ്റർ ഉപയോഗിച്ച് നമുക്ക് അടിച്ചെടുക്കാം. ഇപ്പം ഞാൻ എല്ലാം കൂടി നന്നായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഇതിൽ വരണം കേട്ടോ, നല്ല വൈറ്റ് കളറായിട്ട് വരും. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 എസൻസാണ് ചേർക്കുന്നത്. പൈനാപ്പിൾ എസൻസും ചേർക്കുന്നുണ്ട്, വാനില എസൻസും ചേർക്കുന്നുണ്ട്. അതിൽ പൈനാപ്പിൾ എസൻസ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ അത് കുഴപ്പമില്ല, ഓപ്ഷനിലാണ്. അത് ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് പൈനാപ്പിൾ എസൻസ് 1 ടീസ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കൊരു വിസ്ക് ഉപയോഗിച്ചെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അത് നമുക്ക് കുറേശ്ശെയായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് പാലും ബട്ടറും കൂടി മെൽറ്റ് ചെയ്തിട്ട് നമുക്കത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് പാല് തിളപ്പിച്ച് അതിൽ ബട്ടറും കൂടി ഇട്ടിട്ട് വേണം നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ പാല് തിളപ്പിക്കാനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. നെക്സ്റ്റ് ഇതിലേക്ക് നമുക്ക് 100 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ അൺസോൾട്ടഡ് ബട്ടറാണ് ചേർക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബട്ടറൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വരുന്നുണ്ട്. നന്നായി അലിഞ്ഞ് പാലും ബട്ടറൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ചൂടോട് കൂടി തന്നെയാണ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് ചേർക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ പാലും ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് വിസ്ക് ഉപയോഗിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നല്ല ചൂടോടുകൂടി തന്നെയാട്ടോ നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ പാലും ബട്ടറും മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലൊരു കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒരു 8 ഇഞ്ചിൻ്റെ ഒരു ബേക്കിംഗ് പാനാട്ടോ ഞാനിവിടെ എടുത്തേക്കുന്നത്. നന്നായിട്ട് ഗ്രീസ് ചെയ്ത് ഞാനിവിടെ ബേക്കിംഗ് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ബാറ്റർ മുഴുവനായിട്ട് നമ്മുടെ കേക്ക് മോൾഡിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൽ എയർ ബബിൾസ് ഉള്ളതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 350 ഡിഗ്രി ഫാരൻഹീറ്റിൽ ഒരു 10 മിനിറ്റ്സ് ഞാൻ പ്രീ ഹീറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം സെയിം 350 ഡിഗ്രി ഫാരൻഹീറ്റിൽ നമുക്കൊരു 40 മിനിറ്റ്സ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. 30 to 40 മിനിറ്റ്സ് ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമുക്ക് വരാം. അപ്പോൾ ഇടയ്ക്ക് നമ്മളൊന്ന് തുറന്ന് നമുക്കൊരു ടൂത്ത് പിക്കൊക്കെ വെച്ച് നമുക്കൊന്ന് നടുക്കായിട്ട് നമുക്കൊന്ന് കുത്തി നോക്കാം. അപ്പോൾ ടൂത്ത് പിക്ക് നല്ല ക്ലീൻ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇത് റെഡിയാണെന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ അതനുസരിച്ച് ഒന്ന് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് ഒരു 30 മിനിറ്റ്സ് കഴിയുമ്പോൾ മുതൽ നിങ്ങൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 30 to 40 മിനിറ്റ്സ് നമുക്ക് എടുക്കും. അപ്പോൾ നമുക്കിനി ഇത് ബേക്ക് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ ബട്ടർ കേക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. നല്ല സോഫ്റ്റുമാണ്, കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും കേട്ടോ. ഉണ്ടാവും, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തോളൂ. അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ടും ചെയ്യില്ലേ. താങ്ക്